RCB ഏതാണ്ട് ഒരു സെയിം 11 തന്നെ ഇറക്കാനാണ് സാധ്യത. കാരണം അവർ കുറച്ചുകൂടി സെറ്റിൽഡാണ്. ഇനിയിപ്പോൾ ഫിൽ സാൾട്ടിൻ്റെ പരിക്ക് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം പരിക്ക് മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വെങ്കടേഷ് അയ്യർ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. ഫിൽ സാൾട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച ടീമായിട്ട് അത് മാറിയാണ്. അപ്പുറത്ത് പിന്നെ പരീക്ഷിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ താരത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ യൂസ് ചെയ്യുമോ എന്നുള്ളതും, പക്ഷെ അവർക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ശരിക്കും അവർക്ക് പരീക്ഷിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ 7 പേരാണ് ടീമിലെ സെറ്റിൽഡ് ആയിട്ടുള്ള താരങ്ങൾ. പക്ഷെ മധ്യനിരയിൽ ഇവർക്ക് ആ രീതിയിൽ പരീക്ഷിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് പിന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായൊരു കാര്യം, ഇഷാന്ത് ശർമ്മ അവരുടെ ടീമിലുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഡങ്കൗട്ടിലുണ്ടായിരുന്നു. പിന്നെ IPL ഏറ്റവും സീനിയർ താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മത്സരം പോലും കളിക്കാനുള്ള അവസരം ഈ IPL ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും പിന്നെ ബാക്കപ്പായിട്ടുള്ള അത്രയുള്ള ആൾക്കാർ അവർക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ കൂടിയും അവരുടെ ടോപ്പ് 3 കഴിയുകയാണെങ്കിൽ, ഇപ്പം സന്ധു അടക്കമുള്ള മേ ബി സന്ധുവിനെ മാറ്റിയിട്ട് മറ്റൊരാൾ ഇറക്കാനുള്ള സാധ്യത ഉണ്ടാവാം. അല്ലെങ്കിൽ അവർ ബാറ്റിംഗ് കുറച്ചുകൂടി ഹോൾഡറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, ഓക്കെയാണ്. എങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഫസ്റ്റ് ക്വാളിഫയറിൽ നമ്മൾ കണ്ടു, ഒരു ഘട്ടത്തിൽ അവർ തകർച്ച നേരിടുന്നൊരു സിറ്റുവേഷൻ കണ്ടു. ഒരു എക്സ്ട്രാ ബാറ്ററെ, ഒരുപക്ഷെ ഈ താരത്തെ അല്ലാതെ ഒരു എക്സ്ട്രാ ബാറ്ററെ മധ്യനിരയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് ഗുജറാത്തിന്. ഇനിയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബാറ്റിംഗ് തകർച്ചയെ അവർ മുൻപിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ അതിനെ ഒന്ന് മറികടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഗുജറാത്തിൻ്റെ ടീമിൽ മേ ബി 1-2 ചേഞ്ചുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ അവരുടെ ഒരു ഓൾറൗണ്ടർ സ്ലോട്ടാണ്, ഒരു ബാറ്റിംഗ് സ്ലോട്ടാണ്. അത് കൃത്യമായിട്ടും അവർ പിന്നെ ഒരു ചേഞ്ച് വരുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു.